അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷികളായ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെയും സുമയ്യ ബിവി റളിയല്ലാഹു അൻഹയുടെയും പൊന്നോമന പുത്രൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അമ്മാർ റളിയല്ലാഹു അൻഹു സങ്കടത്തോടുകൂടെ കടന്നു വരുന്നുണ്ട്. നബിയെ, വല്ലാത്തൊരു അപകടം സംഭവിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് അവിടുത്തെ കടന്നു വരവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി അമ്മാർ? അവിടുന്ന് പറഞ്ഞു, ഇന്നലെ ശത്രുക്കൾ എന്നെ വല്ലാതെ ആക്രമിച്ചു. ഒരു പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു അവരുടെ അക്രമങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ ആ പർവ്വതം പൊട്ടിപ്പൊളിഞ്ഞു പോകുമായിരുന്നു. അത്രയും കടുത്ത ശിക്ഷകളാണ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവരെൻ്റെ മേൽ പ്രയോഗിച്ചത്. അവസാനം അവർ അവിശ്വാസത്തിൻ്റെ വാചകങ്ങൾ പറയാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ വാചകങ്ങൾ പറയുകയും ചെയ്തു നബിയെ എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ വേദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ലയോ അമ്മാർ, ആ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു? അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഈമാൻ വിശ്വാസം കൊണ്ട് തുളുമ്പുന്നതായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഈമാനിനൊരു പോറലും ഏറ്റിട്ടില്ല, ഒരു കുലുക്കം സംഭവിച്ചിട്ടില്ല. പക്ഷേ അവരുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വാചകങ്ങളായി, രക്ഷപ്പെടാനുള്ള ഒരു കവചമായി ഞാൻ ആ വാചകങ്ങളെ പറഞ്ഞതാണ്. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ സൂറത്തുൻ നഹലിലെ 106-ാമത്തെ ആയത്തിറങ്ങുന്നത്. ഉറച്ച ഈമാനോടെ പ്രയാസഘട്ടങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ആ വാചകങ്ങൾ അത് പ്രശ്നമുള്ളതല്ല എന്ന്, അത് അവരെ ഈ ഈമാനിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടെത്തിക്കൂല എന്ന്, അവരപ്പോഴും വിശ്വാസത്തിൻ്റെ ആളുകൾ തന്നെയാണ് എന്ന്. ചിലർക്കുണ്ട് അങ്ങനൊരു ധാരണ, മുസ്ലിമീങ്ങളെ പിടിച്ച് എന്തെല്ലാമോ പറയിപ്പിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന്, അല്ലെങ്കിൽ ആ പറച്ചിലിലൂടെ ഞങ്ങൾ വിജയിച്ചു എന്ന്. ഇല്ല, അവരുടെ ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ തലങ്ങളിൽ നിന്ന് അവരെ പുറന്തള്ളിക്കാൻ അക്രമങ്ങളിലൂടെ സാധ്യമല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ആയുധങ്ങളെ കാണിച്ചോ ഭീഷണിപ്പെടുത്തിയോ പേടിപ്പെടുത്തിയോ ഒരു വിശ്വാസത്തിലേക്കും ഒരാളെയും കൊണ്ടുവരാനും പറ്റൂല. ഇസ്ലാമിൽ അതിന് യാതൊരു സ്ഥാനവുമില്ല. ഹൃദയത്തിലാണ് ഈമാനിൻ്റെ വെളിച്ചമുള്ളത്. ഹൃദയം ഒരു കാര്യത്തെ സ്വീകരിക്കണമെങ്കിൽ അത് സമാധാനപൂർണമായ തലങ്ങളിലൂടെ മാത്രമേ അതിന് സാധ്യമാകൂ. കാമിലായ പൂർണ്ണമായ ഈമാനിൻ്റെ ഉടമകളായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.